ഒരു ഐറ്റത്തെക്കുറിച്ച് പറയുമ്പോഴേ നമുക്ക് ചോറിൻ്റെ കൂടെ ആയാലും ചായൻ്റെ കൂടെ ആയാലും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഗ്ലാസ് അരി മാത്രം മതി. പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് കുതിർത്തെടുക്കാം. അരി അരയ്ക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് ഉപ്പിട്ടിട്ട് തിളപ്പിച്ച് നന്നായിട്ട് തണുപ്പിച്ച വെള്ളം കേട്ടോ. അരി അരച്ചെടുക്കുന്ന സമയത്ത് ഒട്ടും തന്നെ തരികളില്ലാണ്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അതൊരു ഇഡ്ഡലി മാവിൻ്റെ ഒക്കെ അതുപോലെ ഒരു കട്ടിയിൽ തന്നെ അരച്ചെടുക്കണം കേട്ടോ. വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കുറച്ച് കുറച്ചായി ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. അരി അരച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു കട്ടി മാവിനുണ്ടാവണം കേട്ടോ. വെള്ളം തിളപ്പിച്ച സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ഇനി ഉപ്പിൻ്റെ ആവശ്യമില്ല. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചതച്ചെടുത്ത ജീരകവും 1 ടേബിൾ സ്പൂൺ എള്ളും കൂടി ചേർത്ത് കൊടുക്കാം. ജീരകം ചതച്ചെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എല്ലാ ഭാഗത്തേക്കും ഒന്നായിട്ട് നല്ല ടേസ്റ്റൊക്കെ വരുന്നതിന് വേണ്ടിയിട്ടാട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് പ്ലാവല കേട്ടോ. കുറച്ച് അധികം തന്നെ എണ്ണം വേണേ. നല്ല പ്ലാവല നോക്കിയിട്ട് പറിച്ചിട്ട് നന്നായിട്ട് തുടച്ച് മാറ്റി വെക്കാം. ഇത് ആവിയിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാൻ പറ്റിയൊരു പാത്രം വേണം. പാത്രത്തിൽ ഒരു അരപ്പാത്രം വെള്ളം എടുത്തതിന് ശേഷം നമുക്കൊരു തുണി കൊണ്ട് ഒന്ന് മൂള് കെട്ടിയെടുക്കാം ആവിയിൽ വേവിക്കാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് തീ കത്തിച്ചിട്ട് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മാവില്ലേ, അത് ഈ പ്ലാവലയിൽ കോരി ഒഴിച്ച് വെക്കാം കേട്ടോ. ഇല ഇതുപോലെ താഴേക്ക് തൂക്കി പിടിച്ചൊഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള മാവ് മാത്രം ഇലയിൽ പറ്റി പിടിച്ചിരിക്കും കേട്ടോ. ബാക്കിയുള്ള മാവ് ഊർന്ന് താഴേക്ക് പോയിക്കോളൂ. ഒരു ബാച്ചിൽ എത്ര ഇല വെക്കാവോ അത്ര മാത്രം നമ്മൾ ഒഴിച്ച് വെക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ഇലയിൽ മാവ് നൂറിച്ച് നിൽക്കും. അപ്പം നമുക്കിത് നന്നായി കിട്ടൂല. പിന്നെ ഒരു കാര്യം, പ്ലാവലേൻ്റെ വലിപ്പത്തിനനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചും ഇത് കോരി ഒഴിക്കുന്നതിൻ്റെ വലിപ്പത്തിൽ മാറ്റം വരുത്താം കേട്ടോ. ഇലേൻ്റെ വലിയ പ്ലാവലയാണെങ്കിൽ നമുക്ക് പകുതിയിൽ നിന്ന് ഒഴിച്ചാലും മതി, ഇല്ലെങ്കിൽ ഇല മുഴുവനായിട്ട് ഒഴിക്കുന്നതിനും കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. ആവിയൊക്കെ തുണീൻ്റെ മുകളിലേക്ക് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ച് കൊടുക്കാം. ഇതുപോലെ ആദ്യം ചെയ്ത് വെക്കണം കേട്ടോ. മാവ് ഒഴിച്ച ഭാഗം തുണിയിലേക്ക് തട്ടുന്ന രീതിയിൽ കമഴ്ത്തി വെച്ച് കൊടുക്കുക ഇല. വെള്ളം നന്നായിട്ട് തിളച്ചിട്ട് ആവി വന്നതിന് ശേഷം വെച്ച് കൊടുത്താൽ മാവ് തുണിയിൽ ഒട്ടിപ്പിടിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. പണ്ടൊക്കെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് ആളുകൾ 5-6 ആൾക്കാരൊക്കെ ഒരുമിച്ച് ചെയ്തിരുന്ന ഒരു പണിയാണിത്. അപ്പോൾ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ സമയം കൊണ്ട് എല്ലാ പണിയും കഴിയും. നമുക്ക് 1 വർഷത്തേക്കുള്ളത് ഒരുമിച്ച് ഉണ്ടാക്കി എടുക്കാനും പറ്റുമായിരുന്നു. പ്ലാവലി ഇങ്ങനെ കമഴ്ത്തി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 5-6 മിനിറ്റ് സമയം കൊണ്ട് തന്നെ നന്നായിട്ട് ഇത് വെന്ത് കിട്ടും. ഈ മാവ് നന്നായിട്ട് വെന്ത് കിട്ടും. എന്നപ്പോൾ നമുക്ക് ഇതെടുക്കാം. ഇത് വെന്ത് കഴിയുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് ഇലയിൽ കാണാനുണ്ടാവില്ല. വെന്ത് എടുത്ത് നമുക്കൊരു മുറത്തിലേക്ക് മാറ്റാം. എല്ലാം ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് വെയിലത്ത് വെക്കണം. ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല വെയിലുള്ള സമയത്താണെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇല നിരത്തി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 10-20 മിനിറ്റ് സമയത്തിനുള്ളിൽ തന്നെ നമുക്കിതിന്ന് പൊളിച്ചെടുക്കണത്. കൂടുതൽ സമയം ഇത് ഉണങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇല ചുരുണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പൊളിച്ചെടുക്കാൻ കിട്ടൂല. അപ്പോൾ ഇതെന്തെങ്ങനെ ഷേപ്പ് എങ്ങനെയെന്നൊന്നും വിചാരിക്കേണ്ട. ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഈ ഷേപ്പൊന്നും ആയിരിക്കില്ല കേട്ടോ. ഇതെല്ലാം ഇങ്ങനെ ഇലയിൽ നിന്ന് അടർത്തി എടുത്തു കഴിഞ്ഞാൽ അധിക സമയമൊന്നും വേണ്ട കേട്ടോ. ഇത് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ 1 ഗ്ലാസ് അരി മാത്രമല്ലേ എടുത്തിട്ടുള്ളൂ. ആ 1 ഗ്ലാസ് അരി കൊണ്ട് നമുക്ക് ഈ ഒരു അളവിലുള്ള പപ്പട കിട്ടിയേക്കുന്നത് കേട്ടോ. നമ്മളെ പുറത്തുനിന്നൊക്കെ പപ്പടം വാങ്ങി കഴിക്കുന്ന സമയത്ത് ഉപ്പൊക്കെ പലർക്കും ഒരു പ്രശ്നമാണല്ലോ. അപ്പോൾ ഇതുപോലെ നമ്മൾ അരിയും കൊണ്ട് പപ്പടം ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ എള്ളും ജീരകമൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുമാണ്. ഇതുപോലെ ഉപ്പൊക്കെ നമ്മുടെ പാകത്തിനിട്ടിട്ട് നമുക്ക് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഇതുപോലെ കഴിച്ചിട്ടില്ലാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇത് കണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള പപ്പടം നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ.